ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കോഴിക്കോട് ശാഖയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. മുൻ മാനേജർ മധ ജയകുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ദിസ്ന സുരേഷ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. ദിസ്ന, അന്വേഷണം കൂടുതൽ മുറുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. ലഭിച്ചതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കോഴിക്കോട് ശാഖയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കുന്നത്. അതായത് ഇയാൾ ഇവിടെ നിന്ന് സ്വർണം എടുത്ത് തമിഴ്നാട്ടിൽ വിറ്റു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 26 കിലോ സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ഈ മധ ജയകുമാർ. മേട്ടുപ്പാളയം സ്വദേശിയാണ്. ഈ ബാങ്കിൽ നിന്നും, ഈ വടകര ശാഖയിൽ നിന്നും ഈ സ്വർണം എടുത്ത് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ ട്രേഡിംഗിനായാണ് ഈ പണം ഉപയോഗിച്ചതെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. വിവിധ ഘട്ടങ്ങളിലായാണ് ഈ പണം പിൻവലിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇത്രയും വലിയൊരു സ്വർണം കടത്തുവാൻ ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇതിൽ കുറേയേറെ പ്രതികൾ ഉണ്ടാവുമെന്നൊരു നിഗമനത്തിലാണ്, പ്രാഥമിക അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. അനു, ശരി ദിസ്ന.